നാഷണൽ അവാർഡ് വിന്നറായ ആക്ടറും ഫിലിം മേക്കറും ഒക്കെയായ ബാലചന്ദ്ര മേനനും കമലഹാസനും തമ്മിലുള്ള കോൾഡ് വാർ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദേ ഒരു ഇൻ്റർവ്യൂവിൽ ബാലചന്ദ്ര മേനൻ പരസ്യമായിട്ട് കമലഹാസനെ അടച്ചാക്ഷേപിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ. കമലഹാസൻ സെൽഫ് ഒബ്സെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നും അദ്ദേഹത്തിന് പണവും പ്രശസ്തിയും അധികാരവും ഒക്കെ കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് എന്നുമൊക്കെയാണ് ബാലചന്ദ്ര മേനൻ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളുടെയൊക്കെ റീസൺ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. ഇത് കുറച്ചധികം നാൾ മുൻപ് തുടങ്ങിയതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ബാലചന്ദ്ര മേനൻ തൻ്റെ പോപ്പുലർ ഫിലിമായ അമ്മയാണേ സത്യം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്ന സമയത്താണ് കമലഹാസനുമായിട്ടുള്ള ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ, കണ്ടേൻ സീതയെ എന്ന പേരിൽ ഓൾമോസ്റ്റ് 80% ഷൂട്ടും കഴിഞ്ഞ ആ ഫിലിമിൽ കമലഹാസനായിരുന്നു നായകൻ. പക്ഷേ ഷൂട്ട് ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ആള് പെട്ടെന്ന് പ്ലോട്ട് മാറ്റിപ്പിടിക്കണം എന്നാവശ്യപ്പെട്ടു. അതായത് പെണ്ണ് ആൺവേഷം കെട്ടി എത്തുന്ന റോളിന് പകരം ആൺ പെൺവേഷം കെട്ടണം എന്നതായിരുന്നു ആവശ്യം. ആരുടെയൊക്കെയോ ഇൻ്റർഫിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനൊരു തീരുമാനത്തിൽ കമലഹാസൻ എത്തിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സജഷൻ ബാലചന്ദ്ര മേനൻ എടുക്കാൻ തയ്യാറായില്ല. അതിൽ ചൊടിച്ച് കമലഹാസൻ ഷൂട്ടിംഗ് നിർത്തി വാക്കൗട്ട് ചെയ്യുകയും ചെയ്തു. ആ ഫിലിം എന്നേക്കുമായിട്ട് പെട്ടിയിലാവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരിക്കൽ കൂടി ബാലചന്ദ്ര മേനൻ ഒരു കോംപ്രമൈസ് ടോക്കൊക്കെ ആയിട്ട് കമലഹാസനെ സമീപിച്ചിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം തനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് ബാലചന്ദ്ര മേനൻ പറയുന്നത്. എന്തായാലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ കമലഹാസൻ ഔവൈ ഷൺമുഖി എന്നൊരു ഫിലിം ചെയ്യുകയും ചെയ്തു കേട്ടോ. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്തായാലും പെട്ടെന്നൊന്നും തീരാനുള്ള ചാൻസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർ രണ്ടാളും തമ്മിലുള്ള കോൾഡ് വാർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ സിനിമകളെല്ലാം ട്രിവാൻഡ്രത്ത് എപ്പോഴും നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. ഒരു സാങ്കല്പിക ഗ്രാമവും അവിടുത്തെ കുറേ മണ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു.